ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മാക്രോണി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മാക്രോണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പോളം മാക്രോണിയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മാക്രോണി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാക്രോണിയിലൊക്കെ ഉപ്പ് പിടിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം തിളപ്പിക്കുന്ന നേരത്തെ തന്നെ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. അതുപോലെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാക്രോണി ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. മാക്രോണിയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6 to 8 മിനിറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ 6 to 7 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മാക്രോണിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മളിനി എക്സസ് വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സവാള ബ്രൗൺ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഒരു ഹാഫ് ക്യാപ്സിക്കവും ഒരു ഫുൾ ടൊമാറ്റോയും കൂടിയിട്ടാണ് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു മിക്സ്ചർ ഏകദേശം ഒരു 2 മിനിറ്റോളം വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരക പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയിട്ടാണ്. അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാക്രോണിയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാലയിൽ മാക്രോണിയെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ ടൊമാറ്റോ സോസൊക്കെ വേണ്ടവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു പീസ് സോൾട്ടഡ് ബട്ടറും പിന്നെ പെപ്പറൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിച്ചാക്കി എടുക്കാം. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ. താങ്ക്